പടത്തിലൊരു 10 മിനിറ്റ് നിന്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നീ നന്നാവുന്നതാണ്. നീ ഇവരെ പഠിക്കും, ബാക്കിയുള്ളവരെ വെച്ച് എല്ലാവരോടും പുച്ഛം, സ്വയം പഠിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരുത്തനാണ്. ആ ആറ്റിറ്റ്യൂഡ് നീ പിടിച്ചാൽ മതി. ബട്ടൺസ് ഒക്കെ കൈയൊക്കെ സെറ്റ് ചെയ്തോ, നോർമലായി വന്നു. മണിച്ചേട്ടൻ്റെ പാട്ടും തിയേറ്ററിലെ പരിപാടിയൊന്നും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടായതുകൊണ്ട് അതൊരു മെയിൻ റീസൺ ആണ്. അത് പടത്തിൽ എവിടെ പ്ലേസ് ആവുന്നു എന്നുള്ളത്. പിന്നെ ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്, പിന്നെ അങ്ങോട്ട് പാട്ട് പരിപാടികളാണ്. തിയേറ്ററിൽ ഭയങ്കര ഹൈ ആയിരുന്നു. നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? പടത്തിലൊരു 10 മിനിറ്റ് നിന്റെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നീ നന്നാവുന്നതാണ്. നീ ഇവരെ പഠിക്കും, ബാക്കിയുള്ളവരെ വെച്ച് എല്ലാവരോടും പുച്ഛം, സ്വയം പഠിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരുത്തനാണ്. ആ ആറ്റിറ്റ്യൂഡ് നീ പിടിച്ചാൽ മതി. ബട്ടൺസ് ഒക്കെ കൈയൊക്കെ സെറ്റ് ചെയ്തോ, നോർമലായി വന്നു. പിന്നെ മണിച്ചേട്ടൻ്റെ പാട്ടും തിയേറ്ററിലെ പരിപാടിയൊന്നും ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. മണിച്ചേട്ടൻ്റെ പാട്ടായതുകൊണ്ട് അതൊരു മെയിൻ റീസൺ ആണ്. അത് പടത്തിൽ എവിടെ പ്ലേസ് ആവുന്നു എന്നുള്ളത്. പിന്നെ ഒരു ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്, പിന്നെ അങ്ങോട്ട് പാട്ട് പരിപാടികളാണ്. തിയേറ്ററിൽ ഭയങ്കര ഹൈ ആയിരുന്നു. നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ?